എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 83ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ അജയ. അപ്പോൾ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെൻറ്ററിങ്ങിലോട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു 2 എപ്പിസോഡ് തന്നെ വളരെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അതിന് അനുസരിച്ച് നമ്മുടെ സാധനേനെ കണക്ട് ചെയ്തിട്ട് അങ്കിൾ ആൻസേഴ്സും തരുണ്ടായി. അപ്പോൾ എല്ലാവർക്കും തന്നെ അത് നമ്മുടെ സാധനേനെ ഡീപ്പൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു ചോദ്യം അതുപോലെ സ്പെഷ്യലാണ്. അതായത് ഒരു ജീവാത്മാവ്, ഇപ്പം ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് ശരീരം വിടുമ്പോൾ ആ ആത്മാവ് ഉടനെ നെക്സ്റ്റ് ബർത്ത് എടുക്കുമോ, അടുത്ത ജന്മം ഉടനെ തന്നെ എടുക്കുമോ, അതോ അതിലെന്തെങ്കിലും ഡിലേ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതോ ഏതെങ്കിലും ഒരു തലത്തിൽ അടുത്തൊരു ജന്മത്തിന് വേണ്ടി അടുത്തൊരു ജന്മം എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അഥവാ വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ഉടനെ ബർത്ത് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇതാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. അപ്പം അങ്കിളിൻ്റെ വ്യൂസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വെൽ, ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിൻ്റെ പ്രഭാഷണങ്ങളിൽ നിന്നും അതുപോലെ അവർ എഴുതി വെച്ച പ്രമാണ ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ ബോധം പടിപടിയായി ഉയരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തതയും ബോധ്യവും വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പ്രതലത്തിൽ ആ പ്രതലവുമായി നമ്മൾ ഇഴുകിച്ചേർന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഭൗതിക ജീവിതത്തിൽ ആസക്തിയുള്ള ഒരു ജീവാത്മാവ് അത് ശരീരം വിടുമ്പോൾ വളരെ വേഗം തന്നെ ആ പ്രതലത്തിലേക്ക് മടങ്ങി വരുന്നു.
ഉന്നതമായ മേഖലയിലേക്ക് പോകാൻ അതിന് സാധ്യമല്ല. ഗുരുത്വാകർഷണം പോലെ നമുക്കറിയാം, ഹെവി ആയിട്ടുള്ള ഭാരമുള്ള വസ്തുക്കൾ വളരെ വേഗത്തിൽ നിലംപതിക്കും. അപ്പോൾ അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ ഭാരം അധികമുള്ള ജീവാത്മാവ് ശരീരം വിടുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഈ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ആ ആത്മാവിൻ്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ സ്പന്ദനവും ഭൂമിയിൽ മാതാപിതാക്കളുടെ വൈബ്രേഷൻസ് അല്ലെങ്കിൽ സ്പന്ദനവും കൂടി മാച്ച് ചെയ്യുമ്പോഴാണ് ഒരു ലോക്ക് ആൻഡ് കീ പോലെ അത് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ യോജിക്കുന്ന ഒരു മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം ഭൂമിയിൽ ലഭ്യമാവേണ്ടതുണ്ട്. സാധാരണ നിലയ്ക്ക് സംസ്കാരങ്ങളുടെ ഭാരം കൂടുതലുള്ള മാതാപിതാക്കൾ ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം ആത്മാക്കൾക്ക് വേഗത്തിൽ ഭൂമിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മഹാവീരൻ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ അല്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ, അവരൊക്കെ ഉദാത്തമായ ഒരു ദൗത്യം ഭൂമിയിൽ നിർവഹിക്കാൻ വേണ്ടി പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക. അവർക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം എന്താണ്? അവരുടെ ഉന്നതമായ ബോധത്തിന് ആ വൈബ്രേഷൻ അല്ലെങ്കിൽ സ്പന്ദനത്തിന് യോജിക്കുന്ന മാതാപിതാക്കളുടെ അഭാവം, അതാണ് അതിന് കാരണം. നമുക്കറിയാം, മഹാവീരൻ നമ്മൾ ജൈനമതത്തിൻ്റെ ആചാര്യനായിട്ട് അറിയപ്പെടും. ജൈനമതം തുടങ്ങി വെച്ചത് ആദ്യത്തെ ആചാര്യൻ അല്ലെങ്കിൽ തീർത്ഥങ്കാർ എന്ന് പറയുന്നത് ഋഷഭദേവനാണ്. 24 തീർത്ഥങ്കാസിനെ കുറിച്ച് ജൈനിസത്തിൽ പറയുന്നുണ്ട്. അപ്പം അതിൽ ആദ്യത്തെ തീർത്ഥങ്കറാണ് ഋഷഭദേവ്. അദ്ദേഹമാണ് ഇന്ന് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഉപയോഗിക്കുന്ന യോഗ സംപ്രേഷണം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചുറ്റും കുറച്ച് പേരിലൊക്കെ അത് പ്രയോഗിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം അത് തുടരാൻ കഴിവുള്ള ശിഷ്യന്മാരില്ലാത്തതുകൊണ്ട് അത് നശിച്ചുപോയി. പിന്നീട് ലാലാജി മഹാരാജാണ് ഈ യോഗ സംപ്രേഷണം ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ലഭ്യമാക്കിയത് അല്ലെങ്കിൽ പുനരാവിഷ്കരിച്ചതെന്ന് പറയും. അപ്പോൾ മഹാവീരൻ നമ്മൾ പറഞ്ഞു, അദ്ദേഹം മഹാവീരനായി ജനിക്കുന്നതിന് മുമ്പ് 5000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് മറ്റൊരു ജന്മം ഉണ്ടായിരുന്നു. അത് ഈ ആദ്യത്തെ തീർത്ഥങ്കാരായിട്ടുള്ള ഋഷഭദേവിൻ്റെ പേരക്കുട്ടിയായിട്ടായിരുന്നു. പക്ഷെ ആ ജന്മത്തിൽ അദ്ദേഹം തീർത്ഥങ്കരായിരുന്നില്ല. പിന്നീട് അദ്ദേഹം വർദ്ധമാന മഹാവീരനായിട്ട് ജനിക്കാൻ 5000 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന് ഭൂമിയിലേക്ക് വരാൻ സാഹചര്യമൊരുക്കുന്ന ഒരു മാതൃത്വം പിതൃത്വം ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് അവതാരങ്ങളും മഹാഗുരുക്കന്മാരും 10,000 വർഷത്തിൽ ഒരിക്കലാണ് പുനർജനിക്കുന്നത്, ഈ ലോകത്തിലേക്ക് വരുന്നത്. ബാബ്ജി മഹാരാജാണ് ഇതിന് വിപ്ലവകരമായ ഒരു മാറ്റം വരുത്തിയത്. ഇന്ന് നമ്മൾ കാണുന്ന ഹാർട്ട്ഫുൾനെസ് ഗുരു പരമ്പര, ലാലാജി, ബാബുജി, ചാരുജി, ദാജി, 4ാമത്തെ പരമ്പരയിലുള്ള ഗുരുവാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ജനറ്റിക് മ്യൂട്ടേഷനിലൂടെ മനുഷ്യരാശിയുടെ ജനിതക മാറ്റത്തിലൂടെ ബാബ്ജി മഹാരാജ് ഇത് സാധ്യമാക്കി എന്ന്
പ്രകാശിത ലോകത്തു നിന്നുള്ള ചില സന്ദേശങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ മാതാപിതാക്കളാവാൻ പോകുന്ന ദമ്പതികൾ ഈ വസ്തുത മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നമ്മൾ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ബോധത്തിലെ സങ്കീർണതകളും മാലിന്യങ്ങളും നീക്കി ധ്യാനത്തിലൂടെ നമ്മുടെ ബോധത്തെ പടിപടിയായി ഉയർത്തി ഒരു പ്രാർത്ഥനാ നിർഭരമായി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഉദാത്തമായ ആത്മാക്കൾക്ക് ഭൂമിയിലേക്ക് വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട്. അപ്പോഴാണ് നമ്മുടെ ഭാവിയും അടുത്ത തലമുറയുടെ ഭാവിയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരിണാമവും വേഗത്തിലാകുന്നത്. ഇതാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ദമ്പതികളുടെ ഉത്തരവാദിത്വം. ഇനി സംസ്കാരങ്ങളുടെ ഭാരം വളരെ കൂടുതലുള്ള ആത്മാക്കൾക്കും പുനർജനിക്കാൻ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോൾ ഹിറ്റ്ലർ, അദ്ദേഹം പുനർജനിക്കാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കുക. എല്ലാവർക്കും അവരുടെ സംസ്കാരങ്ങളുടെ ഭോഗം അനുഭവിക്കാൻ ഈ ലോകത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഹിറ്റ്ലറുടെ ക്രൂരതകൾ ചരിത്രത്തിൽ നമുക്കറിയാം. അപ്പോൾ അത്തരം പാപപങ്കിലമായിട്ടുള്ള ഒരു മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം ഭൂമിയിൽ ലഭ്യമാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനും കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ വളരെ പുണ്യമായ ആത്മാവിനും പാപപങ്കിലമായ ആത്മാവിനും കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് പൊതുവായൊരു പ്രസ്താവന ഇവിടെ നടത്താൻ സാധ്യമല്ല. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള മാതാപിതാക്കളുടെ സ്പന്ദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത്. ഇനി മനുഷ്യൻ്റെ തലത്തിൽ അത്തരത്തിലുള്ള ഒരു മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം ലഭ്യമല്ലെങ്കിൽ അവർ മൃഗങ്ങളുടെ തലത്തിലും പുനർജനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വളരെ അപൂർവമാണെന്ന് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് പറയും. ഒരിക്കൽ മനുഷ്യജന്മത്തിൽ വന്നാൽ ആ തലത്തിൽ തന്നെയാണ് പിന്നീട് പരിണാമം തുടരുന്നത്. പക്ഷെ അപൂർവമായിട്ട് മൃഗങ്ങളുടെ തലത്തിലേക്ക് പോകുന്ന രീതികൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മനുഷ്യൻ്റെ രൂപവും മൃഗങ്ങളുടെ പ്രവണതയുമായിട്ടായിരിക്കും അവർ ജനിക്കുന്നത്. അതാണ് കൂടുതൽ ദുസ്സഹം. അതായത് വികസിച്ചൊരു മനസ്സും മൃഗങ്ങളുടെ പ്രവണതയും കൂടിയാവുമ്പോൾ ജീവിതം വളരെ ദുരിതപൂർണമാവും. ഒരുപക്ഷെ അതായിരിക്കും ഇതിന് പരിഹാരം അല്ലെങ്കിൽ ശിക്ഷ. ഭാഗവതം എന്നുള്ള മഹാഗ്രന്ഥത്തിൽ ഇത്തരം ചില ഉദാഹരണങ്ങൾ കാണാം. മനുഷ്യൻ്റെ തലത്തിൽ നിന്ന് മൃഗങ്ങളുടെ തലത്തിലേക്ക് പതിക്കുന്ന ചില ആത്മാക്കളുടെ കഥ. ഉദാഹരണത്തിന് ജഡഭരതൻ്റെ കഥ. ജഡഭരതൻ അദ്ദേഹം രാജാവായിരുന്നു, പരാക്രമശാലിയായിട്ടുള്ള രാജാവ്, ധാർമ്മികനുമായിരുന്നു. കുറേ നാൾ രാജ്യം ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന് മതിയായി. അദ്ദേഹത്തിന് തോന്നി ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വര സാക്ഷാത്കാരം നേടിയെടുക്കാൻ തപസ് അനിവാര്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പം അദ്ദേഹം രാജ്യം അടുത്ത അവകാശിയെ ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോവാണ് തപസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം ഒരു പുഴയുടെ പക്കത്ത് ഒരു മരത്തിൻ്റെ താഴെ ഇരുന്ന് തപസ് ആരംഭിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു ദിവസം ഈ പുഴയിലേക്ക് ഭാരമുള്ള ഒരു വസ്തു വന്നു വീഴുന്ന ശബ്ദം കേട്ട് അദ്ദേഹം കണ്ണു തുറന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സിംഹം ഗർഭിണിയായ ഒരു മാനിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുകയാണ്.
അപ്പം മാൻ ഓടി വന്ന് ഈ പുഴവക്കത്തെത്തി. മുന്നോട്ട് പോകാൻ സ്ഥലമില്ല. അപ്പോൾ അത് പുഴയിലേക്ക് എടുത്തു ചാടി. ആ ചാട്ടത്തിൻ്റെ വീഴ്ചയുടെ ആഘാതത്തിൽ ഈ ഗർഭിണിയാണ് ഈ മാൻ പ്രസവിച്ചു. അപ്പോൾ ഭരതൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അദ്ദേഹം ഉടനെ തന്നെ പുഴയിലേക്ക് എടുത്തു ചാടി ഈ മാൻകുട്ടിയെ കയ്യിലെടുത്തു. ഈ വീഴ്ചയുടെ ആഘാതത്തിലും പ്രസവത്തിൻ്റെ ആഘാതത്തിലും ഈ അമ്മമാൻ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. അത് പുഴയിലൂടെ ഒഴുകിപ്പോയി. ഭരതനും ഈ മാൻകുഞ്ഞും മാത്രം ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അദ്ദേഹം അതിനെ എടുത്തുകൊണ്ട് കരയിലേക്ക് വന്നു. പിന്നീട് അതിന് ഭക്ഷണം കൊടുക്കുക, അതിനെ കുളിപ്പിക്കുക, അതുമായി വിനോദത്തിലേർപ്പെടുക, ഇതായി ഭരതൻ്റെ ജീവിത രീതി. കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മാൻകുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചു, ഞാൻ കാട്ടിലേക്ക് വന്നത് തപസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, ഇപ്പം ഇതാണ് അവസ്ഥ. വീണ്ടും അദ്ദേഹം തപസ് ആരംഭിച്ചു. അപ്പം അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ ഈ മാൻകുഞ്ഞ് വന്ന് അദ്ദേഹത്തിൻ്റെ പുറത്തിങ്ങനെ ഉരസും. അപ്പം അദ്ദേഹം കണ്ണു തുറന്ന് വീണ്ടും ഈ മാൻകുഞ്ഞിൻ്റെ കൂടെ വിനോദത്തിലേർപ്പെടും. പിന്നീട് ഇദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ മാൻകുഞ്ഞ് വന്ന് ഉരസുന്നില്ലെങ്കിൽ അദ്ദേഹം എന്താണ് ഈ മാൻകുഞ്ഞ് വന്ന് ഉരസാത്തത് എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന് പകരം അദ്ദേഹം മാൻകുഞ്ഞിലാണ് ധ്യാനിക്കുന്നത്. അഥവാ മാൻകുഞ്ഞ് വന്ന് ഉരസുന്നില്ലെങ്കിൽ അദ്ദേഹം കണ്ണു തുറന്ന് ചുറ്റും നോക്കും. അപ്പോൾ മാൻകുഞ്ഞ് അവിടെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും അതുമായിട്ട് വിനോദത്തിലേർപ്പെടും. അങ്ങനെ കഥയിൽ പറയുന്ന ആ ജന്മം അങ്ങനെ കഴിഞ്ഞു. ഭരതൻ മരിച്ചുപോയി. കഥയിൽ പറയുന്ന ഭരതൻ മാനായിട്ട് പുനർജനിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ഈ മാനിന് പൂർവജന്മ സ്മൃതി ഉണ്ടായിരുന്നു. അപ്പം അത് മറ്റ് മാനുകളുടെ കൂടെ കാട്ടിൽ ഇടപഴകില്ല. അത് മഹർഷിമാരുടെ പർണാശ്രമങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കും. അങ്ങനെ ആ മാനിൻ്റെ ജന്മം അങ്ങനെ അവസാനിച്ചു. മാൻ മരിച്ചു. വീണ്ടും ഭരതനായിട്ട് പുനർജനിക്കും. അപ്പം അദ്ദേഹം ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് ആ നാട്ടിലെ രാജാവുമായിട്ട് അദ്ദേഹം ഒരു സംവാദത്തിൽ ഏർപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക, ഈ രാജാവ് പൂർവജന്മത്തിൽ അദ്ദേഹം പരിപാലിച്ച് വളർത്തിയ മാൻ ആയിരുന്നു. അപ്പോൾ മാൻ രാജാവുമായിട്ടുള്ള സത്സംഗത്തിൽ രാജാവായി പുനർജനിക്കും. രാജാവ് മാൻകുഞ്ഞുമായിട്ടുള്ള സത്സംഗത്തിൽ മാനായി പുനർജനിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ജന്മം അങ്ങനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ജഡഭരതൻ്റെ കഥയിൽ നിന്ന് അതിൻ്റെ ഗുണപാഠം എന്താണ്? ഇന്ന് ആധുനിക ലോകത്തിൽ വളർത്തുമൃഗങ്ങളെ വീട്ടിനുള്ളിൽ വളർത്തുന്നത് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് പെറ്റ് ഡോഗ്സ്. അമേരിക്കയിലൊക്കെ അലിഗേറ്ററിന് വരെ പെറ്റായിട്ട് വളർത്തുന്ന രീതിയുണ്ടെന്ന് ഞാനൊരു മാഗസിനിൽ വായിച്ചു. അപ്പം എന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്? എല്ലാ ജീവികളോടും കരുണ അനിവാര്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ തലത്തിലുള്ള സ്നേഹത്തിന് പകരം മൃഗങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ജഡഭരതൻ്റെ കഥ അതിനോടുകൂടി നമ്മൾ ചേർത്ത് വായിക്കുന്നത് അനിവാര്യമാണ്. അദ്ദേഹം തപസ്സിന് പുറപ്പെട്ട ഒരു ജന്മം, അദ്ദേഹത്തിൻ്റെ പരിണാമം വൈകിപ്പോയി. അപ്പോൾ നമ്മുടെ ജീവിതം, അതായത് നമ്മുടെ പുരോഗതിയും ഭാവി തലമുറയുടെ പുരോഗതിയും നമ്മുടെ മനോഭാവത്തിലും
നമ്മുടെ പെരുമാറ്റ രീതിയിലും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധത്തിലുമാണ്. ഉദാഹരണത്തിന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അത് ജനിച്ച സ്ഥലമാണോ, ജനിക്കുന്ന സമയമാണോ, അതോ അതിൻ്റെ ജാതകമാണോ? മഹാഭാരതം പറയുന്ന ഇതൊന്നുമല്ല, കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ മനോഭാവമാണ് കുട്ടിയുടെ ഭാവി അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന് ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ എന്നിവരുടെ ജനനം. വിചിത്രവീരൻ എന്ന് പറഞ്ഞ മഹാരാജാവ്, അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്. കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം ക്ഷയരോഗം ബാധിച്ച് മരിച്ചു. ഈ പരമ്പര അവിടെ നിന്നുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ സത്യവതി അവരുടെ മറ്റൊരു മകനായിട്ടുള്ള വ്യാസഭഗവാൻ, അദ്ദേഹം മഹർഷിയാണ്, അദ്ദേഹത്തിനെ വിളിക്കുകയാണ് ഈ വിധവകളായ രാജകുമാരിമാരിൽ സന്താനോത്പാദനത്തിന് വേണ്ടിയിട്ട്. അന്നത്തെ വ്യവസ്ഥിതിയിൽ അത് ധാർമ്മികമാണ്, മഹർഷിമാരിൽ നിന്ന് സന്തതികളെ സ്വീകരിക്കാം, രാജപരമ്പര മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ വ്യാസൻ വന്നു, സത്യവതി കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ രാജകുമാരിമാർ ഭർത്താവ് മരിച്ച് അതിൻ്റെ ദുഃഖത്തിലും അവരുടെ ബോധത്തിലെല്ലാം സങ്കീർണതകളും മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവർക്ക് ചില തപശ്ചര്യകൾ നിർദ്ദേശിക്കാം. 1 വർഷം അത് അവർ ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ഞാൻ വരാം, അപ്പോഴാണ് അനുകൂലമായ സാഹചര്യമെന്ന്. പക്ഷേ സത്യവതി അതിന് തയ്യാറായില്ല. സത്യവതി പറഞ്ഞു, ഇത് എൻ്റെ ആജ്ഞയാണ്, ഇപ്പോൾ തന്നെ വേണമെന്ന്. അപ്പോൾ വ്യാസൻ പറഞ്ഞു, ഞാൻ ഒരു മഹർഷിയാണ്, എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല, അമ്മയുടെ ആജ്ഞ അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ രാജകുമാരിമാരുടെ ബോധത്തിൻ്റെ സങ്കീർണതകൾക്കും മാലിന്യങ്ങൾക്കും അടിസ്ഥാനത്തിലാണ് ഇവർക്കുണ്ടാവാൻ പോകുന്ന സന്തതി. അങ്ങനെ വ്യാസൻ ആദ്യത്തെ രാജകുമാരിയെ സമീപിക്കുന്നു. ഈ താപസന്റെ രൂപവും വേഷവും സഹിക്കവയ്യാത്ത ഗന്ധവും ഒക്കെ കൊണ്ട് രാജകുമാരി കണ്ണടച്ചു. അങ്ങനെയാണ് ധൃതരാഷ്ട്രരുടെ ജനനം, അന്ധനായ ധൃതരാഷ്ട്രൻ. 2ാമത്തെ രാജകുമാരി കണ്ണടച്ചില്ല, വിളറി വെളുത്തു. അതിനാണ് ലൂക്കോഡെർമിക് ആയിട്ടുള്ള പാണ്ഡു ഉണ്ടായത്. ഇതറിഞ്ഞ സത്യവതി 1 പ്രാവശ്യം കൂടി ശ്രമിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ രാജകുമാരിമാർ അതിന് തയ്യാറായില്ല. അവരതിന് പകരം അവരുടെ തോഴിയെ അയച്ചു മഹർഷിയുടെ അടുത്തേക്ക്. അപ്പോൾ തോഴിയുടെ മനോഭാവം എന്താണ്? ഒരു മഹർഷിയെ താൽക്കാലികമായിട്ടെങ്കിലും ഭർത്താവായി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം, സ്നേഹം, ഭക്തി, പിന്നെ ബഹുമാനത്തോടു കൂടിയാണ് അവർ വ്യാസനെ സമീപിക്കുന്നത്. അതിൽ നിന്നാണ് ഏറ്റവും വിദഗ്ധനായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നിറഞ്ഞ വിതുരരുടെ ജനനം. പിന്നീട് ധർമ്മപുത്രർ ഈ രാജ്യം ഏറ്റെടുക്കുന്നത് വരെ മന്ത്രി എന്ന രീതിയിൽ വിതുരരാണ് ഹസ്തിനപുരം ഭരിച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭാവി, അടുത്ത തലമുറയുടെ ഭാവി. ഇന്ന് ശാസ്ത്രവും ഇത് തെളിയിക്കുന്നു. പ്രത്യേകിച്ചും നമുക്കറിയാം ജനറ്റിക്സ്, എപ്പിജനറ്റിക്സ്, എൻഡോജനറ്റിക്സ് എന്നീ ശാസ്ത്രശാഖകളുടെ അതിൽ നടന്നിട്ടുള്ള ഗവേഷണങ്ങൾ. ജനറ്റിക്സ് നമുക്കറിയാം, അച്ഛൻ്റെയും അമ്മയുടെയും ജനിതക മാറ്റങ്ങൾ കുഞ്ഞിനെ ബാധിക്കുന്നു, ജനിതകമായ അവസ്ഥ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. അതാണ് ജനറ്റിക്സ്. എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ജനിതക മാറ്റം. ഉദാഹരണത്തിന് സ്റ്റെം സെൽസിനെ പരീക്ഷണശാലയിൽ അതിൻ്റെ എക്സ്പ്രഷൻ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ ടെമ്പറേച്ചർ അല്പം കൂട്ടിയപ്പോൾ ഈ സ്റ്റെം സെൽസിൻ്റെ എക്സ്പ്രഷൻ മാറുന്നതാണ്. അതായത് ഭൗതിക സാഹചര്യം ജനിതക മാറ്റം ഉണ്ടാക്കുന്നു. അതിനാണ് നമ്മൾ എപ്പിജനറ്റിക്സ് എന്ന് പറയാം.
ഈ എൻഡോജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതിക സാഹചര്യമെല്ലാം ഓക്കെയാണ്, എങ്കിലും ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എപ്പോഴും ഒരു വേവലാതിയുള്ള ഒരു മനസ്സായിരിക്കും, എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥമായിരിക്കും, ഉത്കണ്ഠ, ഡിപ്രഷൻ, നെഗറ്റീവ് തിങ്കിങ്. അങ്ങനെയുള്ള മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളിലും ജനിതക മാറ്റം കാണാൻ സാധിക്കും. അതിനാണ് നമ്മൾ എൻഡോജെനറ്റിക്സ് എന്ന് പറയുന്നത്. സാഹചര്യമല്ല, ആന്തരികമായ സാഹചര്യമാണ് ഈ ജനറ്റിക് എക്സ്പ്രഷനെ ചേഞ്ച് ചെയ്യുന്നതോടെ. ഉദാഹരണത്തിന് നമുക്കറിയാം, ഡോക്ടർ ലിപ്റ്റൺ ബ്രൂസ്, അദ്ദേഹത്തിൻ്റെ ബയോളജി ഓഫ് ബിലീഫ് എന്നുള്ള പുസ്തകം എല്ലാ ആധ്യാത്മിക അന്വേഷികളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം ഗർഭിണികളായ അമ്മമാരിൽ നടത്തിയ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഗർഭിണികളായ അമ്മമാരുടെ സാഹചര്യം, വ്യത്യസ്ത സാഹചര്യത്തിലുള്ള അമ്മമാർ, ഗർഭിണികളാണ് അവരുടെ കുഞ്ഞിൻ്റെ ജനിതകമായ മാറ്റം എങ്ങനെയുണ്ടെന്നാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയത്. അപ്പം അതിൽ അദ്ദേഹം കണ്ടെത്തിയ വസ്തുത മഹാഭാരതത്തിൽ നേരത്തെ പറഞ്ഞ സംഗതികളോട് വളരെ യോജിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊരു ശാസ്ത്രീയമായ തെളിവായി മാറും. ഉദാഹരണത്തിന് ഗർഭിണികളായിട്ടുള്ള അമ്മമാർ, അവരുടെ സാഹചര്യം വളരെ കലുഷിതമായ സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. ഭർത്താവ് എപ്പോഴും അവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ മറ്റ് വീട്ടിലുള്ള ആളുകളൊന്നും അത്ര സഹകരിക്കാത്തൊരവസ്ഥ. അപ്പോൾ എപ്പോഴും ഒരു പ്രതിരോധിക്കേണ്ട ഒരു മാനസികാവസ്ഥയിൽ ഈ അമ്മ ചെന്നുവിടുന്നു. ഇപ്പോൾ പ്രതിരോധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും ഓടി രക്ഷപ്പെടുകയാണെങ്കിലും നമ്മുടെ കൈകാലുകളിലേക്ക് കൂടുതൽ രക്തപ്രവാഹം ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം കണ്ടെത്തിയ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മ ഗർഭിണിയാണ്, ഗർഭസ്ഥ ശിശുവിൻ്റെ കൈയിലേക്കും കാലിലേക്കും കൂടുതൽ രക്തമൊഴുകുന്നു. അപ്പോൾ ഗർഭാവസ്ഥയിൽ കുഞ്ഞിൻ്റെ കൈയിലേക്കും കാലിലേക്കും രക്തം ഒഴുകേണ്ട ആവശ്യകതയില്ല. ആ രക്തത്തിൻ്റെ പ്രവാഹം ഉപയോഗിക്കേണ്ടത് വയറ്റിലുള്ള ഡൈജസ്റ്റീവ് ഓർഗൻസിൻ്റെ വികാസത്തിനും അതുപോലെ തലച്ചോറിൻ്റെ വികാസത്തിനുമാണ് പ്രധാനമായിട്ടും രക്തപ്രവാഹത്തിൻ്റെ ആവശ്യകത. അപ്പം അത് കോംപ്രമൈസ് ചെയ്യുന്നു. അപ്പോൾ എന്തുണ്ടാവും? ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, അതുപോലെ ബ്രെയിനിൻ്റെ ഈ ഫ്രണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യില്ല. അവിടെയാണ് നമ്മൾ സൃഷ്ടിപരമായിട്ടുള്ള എല്ലാ കഴിവുകളും ഉണ്ടാവുന്നത്, ഫ്രണ്ടൽ ലോബിലാണ്. ബ്രെയിനിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിരോധത്തിനുള്ള ഭാഗമാണ്, ഡിഫെൻസീവായിട്ടുള്ള ബ്രെയിനാണ്. ഇപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് ബ്ലഡ് ഒഴുകുന്നതിന് പകരം ബാക്ക് സൈഡിലേക്ക് ഒഴുകുമ്പോൾ എന്നുണ്ടാവും, കുട്ടികളും ഇതുപോലെ പ്രതിരോധിക്കുന്ന സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം, അതുപോലെ ഓർമ്മശക്തി കുറവുള്ള കുട്ടികൾ, തലച്ചോറിന് മറ്റ് മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതുപോലെ ദഹന വ്യവസ്ഥയിലും തകരാറ് വരുന്നു. നീണ്ട കൈയും കാലുകളുള്ള കുട്ടികൾ, അത് കൈയിലേക്കും കാലിലേക്കും കൂടുതൽ രക്തം പ്രവഹിക്കുന്നതിൻ്റെ ഫലമായിട്ട്. ഇതാണ് എപ്പിജെനറ്റിക്സിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇത് ലിപ്റ്റൺ ബ്രൂസിൻ്റെ ഈ ബയോളജി ഓഫ് ബിലീഫ് എന്ന് വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം അതിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നമ്മൾ അതിൻ്റെ ഗുണപാഠം? ബോധപൂർവം നമ്മുടെ മനോഭാവം, പെരുമാറ്റ രീതി, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം അല്ലെങ്കിൽ ലക്ഷ്യബോധം, ഇവയെ പോസിറ്റീവായ രീതിയിൽ പരിഷ്കരിക്കേണ്ട ആവശ്യകത അത് നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും അമ്മമാരാകാൻ പോകുന്ന അല്ലെങ്കിൽ കുട്ടികൾ, അടുത്ത തലമുറയെക്കുറിച്ച് ആലോചിക്കുന്ന ദമ്പതിമാർ, അവരുടെ ബോധത്തിലെ സങ്കീർണതകളും
മാലിന്യങ്ങളും നീക്കം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ഹാർട്ട്ഫുൾനെസ്സിലെ ശുദ്ധീകരണം, അതുപോലെ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടുകൂടിയുള്ള ധ്യാനത്തിൽ നമ്മുടെ ബോധത്തിനെ പടിപടിയായി ഉയർത്തി പ്രാർത്ഥനാ നിർഭരമായി ഉന്നതമായ ആത്മാക്കൾക്ക് ഈ ലോകത്തിൽ വന്ന് ഉദാത്തമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മളിലേക്ക് നിരന്തരം സംപ്രേഷണം ചെയ്തുകൊണ്ട് നമ്മുടെ ബോധത്തെ ഉയർത്തുന്ന ഗുരുവിൻ്റെ സ്മരണയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ വസ്തുതകളിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ നമ്മുടെ ഭാവിയും അടുത്ത തലമുറയുടെ ഭാവിയും നമ്മുടെ മനോഭാവത്തിലാണ്, പെരുമാറ്റ രീതിയിലാണ്, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധത്തിലാണ്. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. പുരാണ കഥകളും അതേപോലെ സയൻസും കണക്ട് ചെയ്തിട്ട് ഈ ഒരു ചോദ്യത്തിന് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ അങ്കിൾ പറയുണ്ടായി. അപ്പം ഈ ആൻസർ കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈയിടെയായിട്ട് തന്നെ കുറേ നാളായിട്ട് ദാജി ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂത്തിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, യൂത്ത് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്നായിട്ട് ദിവ്യജനനി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും ദാജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായി. അപ്പം അങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ആണ് കൂടുതലായിട്ടും മനസ്സിലാവുന്നത്. അതായത് ഒരു കപ്പിൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ മനോഭാവം എല്ലാത്തിനെക്കുറിച്ചും ദാജി മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്കിൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ സയൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിന് ഒന്നും കൂടി ഒരു ക്ലാരിറ്റി തരുന്നുണ്ടായി അങ്കിളുടെ ആൻസറിലോടുകൂടി. അതുപോലെ തന്നെ ഒരു ഹയർ സോൾസിന് വേണ്ടിയുള്ള ഒരു വഴി ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മുടെ പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അങ്കിൾ പറയണ്ടായി. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ ഈ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ എല്ലാ യൂത്ത് പ്രേക്ഷകർക്കും ഇതിന് ഒരു പ്രചോദനമായിട്ട് നമ്മുടെ പ്രാക്ടീസ് ഡീപ്പൻ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും കൂടെയാണ്. താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ഒരു ഹൃദയനിർഭരം ധ്യാനം കാണുന്നവർക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നൊന്ന് നോക്കാം. അപ്പം ഹാർട്ട്ഫുൾനെസ്സിൽ ധ്യാനം എന്ന് പറയുന്നത് വളരെ റിലാക്സ് ചെയ്ത് നമ്മുടെ ശരീരവും മനസ്സും ആദ്യം പൂർണ്ണമായും ഒരു വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ശ്രദ്ധ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിച്ച് ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും മുഴുകി ധ്യാനാവസ്ഥ തുടരാം. ധ്യാനിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ നമ്മളോട് തന്നെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക, നമ്മൾ ധ്യാനിക്കുകയാണെന്ന്. തിരിച്ച് നമ്മുടെ ശ്രദ്ധയെ വളരെ മൃദുലമായി ഹൃദയത്തിലുള്ള ദിവ്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ഒരു അരമണിക്കൂർ നമ്മൾ ധ്യാനിക്കാം എല്ലാവരും ഒരുമിച്ച്. അതിനുശേഷം യൂണിവേഴ്സൽ പ്രെയർ 9 to 9:15, 9 തൊട്ട് 9:15 വരെ. അതിൽ നമ്മൾ ഒരു സങ്കല്പം കൊടുക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിലും സ്നേഹവും ഭക്തിയും യഥാർത്ഥമായ വിശ്വാസവും വളരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഒരു 15 minutes നമ്മൾ ആ ഒരു പ്രെയർഫുൾ സജഷനോടുകൂടി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്ത് ഓഫ്ലൈനായിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം, സത്സംഗം. അത് കഴിഞ്ഞ് യൂണിവേഴ്സൽ പ്രെയർ, സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. താങ്ക് യു.